എം ശിവപ്രസാദ്, മൂന്നാമത്തെ ദിവസമായല്ലോ. എന്തൊക്കെ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് കരുതേണ്ടത്? ഈ നഷ്ടപരിഹാരം അത് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ മരണത്തിൽ അപകടമല്ല, വരുത്തിവെച്ച ഹത്യയാണല്ലോ. അപ്പോൾ അതിലെന്ത് നടപടി എന്ന ചോദ്യം വരുമ്പോൾ പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്തു എന്നതിലപ്പുറം എന്ത് നടപടി ഉണ്ടായിരിക്കുന്നു? കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് സമീപകാല സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കൊട്ടും പരിചിതമല്ലാത്ത ഒരു ദുരന്ത വാർത്തയാണ് 3 ദിവസം മുമ്പ് പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞനുജൻ മിഥുനിലൂടെ നമ്മളെല്ലാവരും കേട്ടത്. ആ വാർത്ത പുറത്തു വന്ന നിമിഷം തന്നെ കേരളം ചർച്ച ചെയ്തത് മിഥുൻ്റെ മരണത്തെ സംബന്ധിച്ചാണ്. ആ മിഥുൻ്റെ മരണത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ തന്നെ ആ സ്കൂളുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായ പോരായ്മകളെ സംബന്ധിച്ചും വളരെ കൃത്യമായി തന്നെ തുറന്നൊരു ചർച്ച കേരളത്തിനകത്ത് ഇപ്പോൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു. നമുക്ക് സമീപകാല അനുഭവങ്ങളിൽ പരിചിതമല്ലാത്തൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ദുരന്തത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നാം ഏറെ ശ്രദ്ധയോടെ കാണേണ്ട കാര്യം. ഇങ്ങനൊരു വാർത്ത കേരളത്തിൽ പുറത്തു വന്ന നിമിഷം തന്നെ ആ ദുരന്തത്തോട് വളരെ ക്രിയാത്മകമായിട്ടാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രതികരിച്ചതെന്ന് നമ്മുടെ കൺമുന്നിലുള്ള രേഖകളാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ദുരന്തമുണ്ടായ നിമിഷങ്ങൾക്കകം തന്നെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കേരളത്തോട് പറഞ്ഞത് ഞാനും നിങ്ങളും കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി ഓർത്തെടുക്കാം. ഇക്കാര്യത്തിൽ വകുപ്പിന് ചെയ്യാനുള്ളതിൻ്റെ പരമാവധി തന്നെ ചെയ്യും. നഷ്ടപ്പെട്ടത് കേരളത്തിൻ്റെ മകനെയാണ്. ആ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദുരന്തമുണ്ടായ ഉടൻ തന്നെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സമഗ്രമായ അന്വേഷണത്തിന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഗവൺമെൻറ് നിർദ്ദേശം കൊടുക്കുകയും ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപഡയറക്ടർ തന്നെ നേരിട്ട് സ്കൂളിലെത്തുകയും അവിടെ ഉണ്ടായ പോരായ്മകളെ സംബന്ധിച്ച് സമഗ്രമായി പഠിക്കുകയും ചെയ്തു. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഗവൺമെൻറ് ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ ഓരോ വിദ്യാലയങ്ങളും സ്വീകരിക്കേണ്ട പൊതുവായ മാനദണ്ഡങ്ങളെ സംബന്ധിച്ച് ഇറക്കിയ ഉത്തരവ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മെയ് മാസം 13-ാം തീയതിയാണ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സ്കൂളും കർശനമായി സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ച് ആ ഉത്തരവിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽമാർ വരെയുള്ള സ്കൂളുകളിലെ ഉദ്യോഗസ്ഥരും കൃത്യമായി പാലിക്കേണ്ട ഒരു ഉത്തരവാണ് അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് നൽകിയത്. എന്നാൽ ആ ഉത്തരവ് കൃത്യമായി പാലിക്കുന്ന കാര്യത്തിൽ ആ സ്കൂളിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പ്രഥമദൃഷ്ട്യാ നമ്മൾ കണ്ടതാണ്, നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്കൂളിൻ്റെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ ഹെഡ് മാസ്റ്ററെ തന്നെ സസ്പെൻഡ് ചെയ്യണം എന്ന നിർദ്ദേശം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ചത് നമ്മൾ കണ്ടതുപോലെ മാനേജ്മെൻറ്റ് അതിന് തയ്യാറായിട്ടുണ്ട്. അവിടെയും കേരളത്തിലെ ഗവൺമെൻറ് ആ നടപടികൾ അവസാനിപ്പിക്കുന്നില്ല. മാനേജ്മെൻറ്റിനോട് കൃത്യമായി നോട്ടീസ് മാനേജ്മെൻറ്റ് കൃത്യമായി നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതെന്നും ആ സംഭവത്തിൽ മാനേജ്മെൻറ്റ് സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമാണെന്നും കാണിച്ചുകൊണ്ട് മാനേജ്മെൻറ്റിനോട് കൃത്യമായി വിശദീകരണം ചോദിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ള കാര്യങ്ങൾ അത് ശരി തന്നെയാണ്. താങ്കൾ പറഞ്ഞത് അപലപിച്ചതിലെ വേഗം, അവിടേക്ക് എത്തിയതിലെ വേഗം, അന്വേഷണത്തിന് ഉത്തരവിട്ടതിലെ വേഗം, അതിനു മുമ്പ് സംസ്ഥാന സർക്കാർ തന്നെ ഈ സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് ചേർന്നിരുന്ന യോഗവും അതിൻ്റെ ഉത്തരവിൻ്റെ പകർപ്പും ഇതൊക്കെ കേരളം കണ്ടതാണ്. പക്ഷേ ഇത് നടപ്പാക്കുന്നുണ്ടോ എന്ന പരിശോധന ഏത് തലത്തിലാണ് നടക്കേണ്ടത്? വിദ്യാഭ്യാസ മന്ത്രി ഓടി നടന്ന എല്ലാ സ്കൂളുകളും പരിശോധിക്കണമെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ ജില്ലകളിൽ അത് കൃത്യമായി പരിശോധിക്കാനൊരു സംവിധാനമുണ്ടല്ലോ, അത് പ്രവർത്തിച്ചിട്ടില്ല. ഇപ്പോൾ നോക്കൂ, പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സസ്പെൻഷൻ എന്നുള്ളത് ഒന്നാമത് നടപടിയല്ല, അത് തൽക്കാലം മാറ്റി നിർത്തലാണ് അന്വേഷണത്തിൻ്റെ സമയത്ത്. ഇവിടെ യഥാർത്ഥത്തിൽ കുറ്റവാളിയാകുന്ന പ്രധാനാധ്യാപിക മാത്രമാണോ? അവിടുത്തെ മാനേജ്മെൻറ്റിനെതിരെ ആ മാനേജ്മെൻറ്റിനോട് പല തവണ KSEB ഇത് ചൂണ്ടിക്കാണിച്ചിട്ടും അവിടുത്തെ ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്ന ശേഷം മറുപടി പറയാമെന്ന് പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. മാനേജ്മെൻറ്റിനോടാണ് പറയുന്നത് പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്യണമെന്ന്. അപ്പോൾ മാനേജർ എവിടെയുണ്ട്? മാനേജർ ഇന്ന് വലിയ ദുഃഖമൊക്കെ പറയുന്നുണ്ട്. അതോടെ കഴിഞ്ഞോ? ആ പ്രശ്നം അവിടെ കഴിഞ്ഞോ? മാനേജ്മെൻറ്റ് ഉത്തരവാദിത്തം, ഭരണസമിതിയുടെ ഉത്തരവാദിത്തം, CPM-ന് ഭൂരിപക്ഷമുള്ള ഭരണസമിതി എന്നൊരു രാഷ്ട്രീയ ആരോപണം കൂടി അവിടെ വരുന്നുണ്ട്. കാരണം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവിടേക്ക് പ്രവേശനമില്ലാത്ത വിധം അവിടം കൈയടക്കി വെച്ചിരിക്കുന്നു എന്നൊരു ആരോപണം ഉയരുന്നുണ്ട്. 9 വർഷമായി ഈ അനധികൃത കെട്ടിടം അവിടെ നിർമ്മിച്ചിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാഞ്ഞത്? ഈ പറഞ്ഞ ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ടല്ലോ, ഇതിലൊന്നും ഇതെങ്ങനെയാണ് കണ്ണിൽപ്പെടാതെ പോയത്?
എന്താണ് നടപടി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ബിന്ദുവിൻ്റെ ഉദാഹരണമുണ്ടല്ലോ. മെഡിക്കൽ കോളേജ് ആശുപത്രി തകർന്നു വീണു, അവർ മരിച്ചു, അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തു. അവരെ സംബന്ധിച്ച്, ആ കുടുംബത്തിനെ സംബന്ധിച്ച് മറ്റു പരാതികൾ പറയാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് അവർ അതുകൊണ്ട് തൃപ്തിപ്പെട്ട് മിണ്ടാതെയിരുന്നു. അതോടെ അത് കഴിഞ്ഞു. ആർക്കെതിരെ നടപടിയുണ്ടായി? അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് എവിടെ? ആർക്കാണ് വീഴ്ച പറ്റിയത്? കേരളം അറിഞ്ഞോ? ഇതിലും ആർക്കാണ് വീഴ്ച പറ്റിയത്? ആർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകുമെന്നതിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ദിവസങ്ങളെടുത്ത് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്ന നിലയ്ക്കാണ് ഇതിനെ കാണേണ്ടത്. ഇതിന്റെ വേഗം ആദ്യത്തെ പ്രതികരണത്തിൽ പോരാ ശിവപ്രസാദ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ സമീപകാലത്തൊന്നും ഉണ്ടാവാത്തൊരു ദുരന്തമാണ് മിഥുൻ്റെ ദുരന്തം എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമുക്കിതിനു മുമ്പ് ഇങ്ങനൊരു ഉദാഹരണം നമ്മുടെ മുന്നിലില്ല. ഇങ്ങനൊരു സംഭവം ആ നിലയിൽ തന്നെ നമ്മുടെ മുന്നിൽ ആവർത്തിച്ച രംഗം നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, നമ്മുടെ സമീപകാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലില്ല. അപ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു ദുരന്തമാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ശിവപ്രസാദ്, അങ്ങനെ നോക്കിയാൽ മെഡിക്കൽ കോളേജിലെ പഴകിയ കെട്ടിടം വീണ ഒരു സ്ത്രീ മരിച്ചതും ആദ്യത്തെ സംഭവമാണല്ലോ. അതും നടാടെ സംഭവിക്കുന്നതാണല്ലോ. അപ്പോൾ ഓരോ അപകടത്തിന്റെയും സവിശേഷത കാണിച്ചുകൊണ്ട് ഇത് ആദ്യത്തെ സംഭവം എന്നെങ്ങനെയാണ് വിലയിരുത്തുക? സ്കൂളിൽ പാമ്പിനെ കണ്ടല്ലോ, പാമ്പ് കൊത്തിയൊരു പെൺകുട്ടി മരിച്ചല്ലോ 5 വർഷം മുമ്പ്. അന്നും പരിശോധന നടന്നല്ലോ അല്ലേ? സ്കൂളുകളിൽ കുഴിയുള്ള ഇടം പരിശോധിക്കുന്നു, ചിലയിടത്ത് പാമ്പുകളെയും കണ്ടെത്തിയിട്ടുണ്ട്. അതിനൊക്കെ എത്ര തുടർച്ചയുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. 4-5 ദിവസം ആ വാർത്ത നിൽക്കുന്നവരെ തുടരും, പിന്നെ അത് കഴിഞ്ഞു. വീഴ്ചക്കാർക്കെതിരെ എത്ര പേർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ? ഇത് ഒറ്റപ്പെട്ട സംഭവം, ഇത് സമാനതകളില്ലാത്ത സംഭവം എന്ന രീതിയിൽ വിവരിച്ചാൽ പോരാ. ഇതിൽ അനാസ്ഥയുണ്ട്, പൂർണ്ണമായ അനാസ്ഥയാണ്. KSEBയുടെയും മാനേജ്മെന്റിന്റെ അനാസ്ഥയുണ്ട്. 2 കൂട്ടരും. KSEB ഇപ്പോൾ വൈദ്യുതി മന്ത്രി ആദ്യത്തെ ദിവസം പറഞ്ഞു വീഴ്ച പറ്റിയെന്ന്, 2ാമത്തെ ദിവസമായപ്പോഴേക്കും അത് മാറി, പരിശോധിക്കട്ടെ എന്നാണ്. അപ്പോൾ കെട്ടിട നിർമ്മാണം മാത്രമായി പ്രശ്നം, അവിടെ ആ വൈദ്യുതി ലൈൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പ്രശ്നമില്ലാതായി. അവിടെയും പരിശോധിക്കണം. ആർക്കെതിരെയാണ് നടപടി ഉണ്ടായിട്ടുള്ളത്? ഇപ്പോഴും നടപടിയില്ലല്ലോ. അന്വേഷണ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ്. അത് എത്ര ദിവസം കാത്തിരിക്കുന്നേ? ഇതിനെന്താണ് വേഗമില്ലാത്തത്? നമ്മുടെ മുന്നിൽ കണ്ട കാര്യങ്ങളല്ലേ? മേഡം യെസ് ഞാൻ പറയട്ടെ, ഇനി എന്നെ പറയാൻ അനുവദിക്കൂ. മേഡത്തേക്കാൾ ആത്മരോഷം ഈ വിഷയത്തിൽ പ്രകടിപ്പിച്ചവരാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ മേഡം പറയുന്നത് പോലെ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ നടപടികൾ ഉണ്ടാവണം എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാനും. നമ്മൾ രണ്ടുപേരും ഉയർത്തുന്ന വാദം ഒന്നാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ തർക്കിക്കുക എന്നുള്ളതല്ല. ആത്മരോഷം കണ്ടില്ല. അല്ല, ആത്മരോഷം നിങ്ങൾ കാണില്ല. ആ സ്കൂളിൻ്റെ മുന്നിലേക്ക് ആദ്യം ആരാണ് പ്രകടനം നടത്തിയത് മാഡം? ഞാൻ എൻ്റെ കണക്കൊന്നും പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നതേ ഇല്ല. ആ സ്കൂളിൻ്റെ മുന്നിലേക്ക് ആദ്യം പ്രകടനം നടത്തിയ വിദ്യാസംഘടനയുടെ പേരേതാ? എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം ഈ ചർച്ചയിൽ. പക്ഷേ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് ഈ ചർച്ചയിൽ നമ്മൾ തമ്മിൽ തർക്കിക്കുന്ന നിലയിലേക്ക് മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങളുടെ വീഡിയോ ഗാലറി, റിപ്പോർട്ടറിൻ്റെ വീഡിയോ ഗാലറിയിൽ തിരഞ്ഞാൽ ആ സ്കൂളിൻ്റെ മുന്നിലേക്ക് ആദ്യം പ്രകടനം നടത്തിയ, ആ സ്കൂളിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ, അവിടെ കൃത്യമായ നിലപാട് സ്വീകരിച്ച് SFI നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഒരുപക്ഷെ എന്തുകൊണ്ടാണത് കാണാൻ? ഇന്നലത്തെ പ്രതിഷേധ ദിവസങ്ങളിൽ KSU, യൂത്ത് ലീഗ്, ബാക്കിയുള്ള ABVP ഇവരുടെയൊക്കെ പ്രതിഷേധം നിങ്ങൾ കാണില്ല. അല്ല, പ്രതിഷേധം ഉണ്ടെങ്കിൽ അത് കാണുമല്ലോ. രഹസ്യമായിട്ടൊരു പ്രതിഷേധമില്ലല്ലോ. നിങ്ങളുടെ വീഡിയോ ശരി, ആരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം എന്ന് പറഞ്ഞാൽ മതി. ആരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം? എന്തായിരുന്നു നിങ്ങളുടെ പ്രതിഷേധം? എന്തായിരുന്നു നിങ്ങളുടെ പ്രതിഷേധത്തിൽ പറഞ്ഞത്, ആവശ്യപ്പെട്ടത്? ഞാൻ പറയാം. കൃത്യമായി ഇങ്ങനൊരു സംഭവം ഉണ്ടായ സന്ദർഭത്തിൽ അവിടെ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ, ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നയിച്ച മുഴുവൻ കുറ്റക്കാർക്കെതിരെയും നടപടി സ്വീകരിക്കണം എന്നതാണ് SFIയുടെ പ്രകടനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉയർത്തിയത്. SFI കൃത്യമായി തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടു, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു, കൃത്യമായി തന്നെ ആ സ്കൂളുമായി ബന്ധപ്പെട്ടുണ്ടായ വീഴ്ചകളെ സംബന്ധിച്ച് സമഗ്രാന്വേഷണം നടത്തണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. മേഡം ചോദിച്ച ചോദ്യത്തിന് അപ്പോൾ എൻ്റെ ഉത്തരം പൂർണ്ണമാവില്ലാത്തതുകൊണ്ട് ഞാൻ ഉത്തരത്തിലേക്ക് കൂടി കിടക്കുകയാണ്. ആ ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ നമ്മൾ കാണേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കാരണവശാലും ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാനേ അല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് സമീപകാലത്ത് നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളോ സമീകരിക്കാനാവാത്ത സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്കത് പല സംഭവങ്ങളോടും സമീകരിക്കണമെന്നും ഉദാഹരിക്കണമെന്നും താല്പര്യമുണ്ടാവും. പക്ഷേ നമ്മുടെ സ്കൂളുകൾ ആ നിലയിൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യം എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളാണ് ഒഴിവാക്കപ്പെടേണ്ടത്. ആ ഒഴിവാക്കപ്പെടുന്നതിന് മിഥുൻ്റെ മരണം നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട സംഭവമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിൽ നമ്മൾ കണ്ടത് എന്താ? ഒരു എയ്ഡഡ് സ്കൂളിലുണ്ടായ പ്രശ്നമാണ്. ആ എയ്ഡഡ് സ്കൂളിൽ
അവിടെ ഉണ്ടായ ഒരു ലൈൻ കമ്പിയിൽ ഇങ്ങനെ ഒരു വിദ്യാർത്ഥി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടായ സാഹചര്യത്തെ എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചു എന്നതാണ് നാം ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴാണ് അവിടുത്തെ പ്രധാന അധ്യാപികയ്ക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ടെന്ന് നാം കാണുന്നത്. അവിടുത്തെ മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് നാം കാണുന്നത്. അത് നമുക്ക് മറച്ചു വെക്കാൻ കഴിയുമോ? കഴിയില്ല. മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ട്, അതവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് അന്വേഷിക്കണമെന്ന് സർക്കാർ തീരുമാനിക്കുമ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉപഡയറക്ടർ തന്നെ നേരിട്ട് ആ സ്കൂളിലേക്ക് എത്തുകയാണ്. നമ്മളതെങ്ങനെയാണ് കാണാതിരിക്കാൻ വേണ്ടി കഴിയുന്നത്? അങ്ങനെ നേരിട്ടെത്തി മണിക്കൂറുകൾക്കകം നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കുകയാണ്. ആ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ നടപടികൾ സ്വീകരിക്കും എന്ന് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നൽകിയ ഉറപ്പാണ് ഞാൻ നേരത്തെ മേഡത്തിന് വായിച്ച് കേൾപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ ഭാഗമാണ് ഞാൻ വായിച്ചത്. ഇപ്പോൾ അദ്ദേഹം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഹെഡ് മാസ്റ്റർക്കെതിരെ മാത്രം നടപടി സ്വീകരിച്ച് ഈ വിഷയം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞത് നിങ്ങളുടെ ആരെങ്കിലും ശ്രദ്ധയിലുണ്ടോ? എൻ്റെ ശ്രദ്ധയിലില്ല. അദ്ദേഹം പറഞ്ഞത്, ഞാൻ കേട്ടത്, കേരളത്തിലെ പൊതുസമൂഹം കേട്ടത് മുഴുവൻ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും. ശരി, ഈ പ്രസ്താവനകൾ നമ്മൾ കാണുന്നുണ്ട്. പ്രസ്താവനകളുടെ വേഗവുമുണ്ട്, അതിൽ തർക്കമില്ല. ഞാൻ ശിവപ്രസാദിനോട് പറഞ്ഞു, പ്രസ്താവനകൾക്കപ്പുറം നടപടികളിലേക്ക് എപ്പോൾ കടക്കും എന്നുള്ളതാണല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.